വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ മേക്കിംഗ് ആണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് ഇത്. ഒരേ കളറിലുള്ള രണ്ട് സൈസ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറിയ ബീഡ്സുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4mm ഗിയർ വയർ അല്ലെങ്കിൽ കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. ഒരു സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അളവ് എപ്പോഴും പലരും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ ഇത്രയും അളവിലാണ് ഞാനൊരു കമ്പി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അളവ് പ്രശ്നമല്ല കേട്ടോ. നമുക്ക് ഒരു അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ലെങ്ത്ത് കുറഞ്ഞു പോയാലും സാരമില്ല, നമുക്ക് വീണ്ടും കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം കുറച്ചൊരളവിൽ എടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിൽ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നല്ല സൈഡ് തൊട്ട് തുടങ്ങണില്ല. അപ്പോൾ നമ്മുടെ ചെവിയുടെ പിറകിലായിട്ട് വരുമല്ലോ, അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രത്തോളം ഇവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം എൻ്റെ മോൾക്ക് വെച്ച് നോക്കിയിട്ട് ഒരളവ് കണക്കാക്കി ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് 2 വട്ടം കമ്പി ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ അതവിടെ നല്ല സെക്യൂറായിട്ട് നിന്നോളും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെറിയ ബീഡ്സാണ് ആദ്യം തന്നെ കോർത്ത് കൊടുക്കുന്നത്. ഒരു 4 എണ്ണം ഞാനിവിടെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബീഡ്സിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ബീഡ്സിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണമാണ് കോർത്ത് കൊടുക്കുന്നത്. ഇനി അത് പുറത്തേക്കാവാത്ത വിധം, അതായത് നമ്മുടെ ഈ ബ്ലാക്ക് ഹെയർ ബാൻഡിൻ്റെ ഉള്ളിൽ തന്നെ വരത്തക്ക വിധമാണ് നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പുറമേക്കാവാത്ത വിധം ചരിച്ച് വെച്ചിട്ട് 2 പ്രാവശ്യം ഈ കമ്പി കൊണ്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു വട്ടമല്ല, ഒരു വട്ടം കൂടി നമ്മൾ ചുറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു വട്ടം ചുറ്റി വീണ്ടും ഒരു വട്ടം കൂടി നമ്മൾ ചുറ്റുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചുറ്റിയിട്ട് വീണ്ടും നമ്മൾ 4 ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് എടുത്ത് എന്താണെന്ന് വെച്ചാൽ, ബ്ലാക്ക് ഇപ്പോൾ നമ്മൾ തലയിൽ വെക്കുമ്പോൾ ആ ഒരു റെഡ് കളർ മാത്രമേ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുള്ളൂ, ബാക്കി ഹെയറിൻ്റെ കളറാവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത്. നിങ്ങൾക്ക് ഏത് കളറിലുള്ള ഹെയർ ബാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്, ഗോൾഡനോ സിൽവറോ ഏത് വേണമെങ്കിലും. അപ്പോൾ 4 എണ്ണം എടുത്ത് വീണ്ടും എടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് വട്ടം കേട്ടോ. ഒരു വട്ടം ട്വിസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു വട്ടം കൂടി എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ബീഡ്സ് കോർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഹെയർ ബാൻഡ് മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾ മുഴുവനായിട്ട് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ടിന് സെയിൽ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ അവർക്ക് ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈവൻ സെയിൽസ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സെയിൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബർത്ത്ഡേൻ്റെ ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമ്മൾ ഇവിടെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ചെയ്തിട്ടും എൻ്റെ ആ കമ്പി തീർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റണില്ല. ഇനി കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ കമ്പി ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ബാലൻസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ ചെയ്യണേ. ഇപ്പോൾ 2 ഇതേപോലെ ബീഡ്സ് നമ്മൾ കോർത്ത് കൊടുത്തു. ഇത് കുറച്ച് വലിയ ബീഡാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ക്രിസ്റ്റൽ ബീഡ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്ത പോലെ തന്നെ ചെയ്യാണ്. ഇതേപോലെ ചെയ്തിട്ട് അവിടെ 2 ചുറ്റി കൊടുക്കുക. വീണ്ടും ബീഡ്സ് കോർക്കുക. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഒന്ന് നന്നായിട്ട് കാണിച്ചു തരാം, ഒന്ന് കണ്ടോളൂ. ഇപ്പോൾ 2 ബീഡ്സ് ഇതേപോലെ കോർത്തിട്ട് നമ്മൾ നേരത്തെ 2 ചെറിയ ബീഡ്സ് കോർത്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ നടുവിലായിട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് നീക്കി വെച്ചിട്ട് എൻ്റെ നടുവിൽ വെച്ചിട്ട് ഇതേപോലെ 2 ചുറ്റിക്കൽ, ഒന്നല്ല ഒന്നും കൂടെ. ദെൻ വീണ്ടും ബീഡ്സ് കോർത്ത് കൊടുക്കുക.
നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കാം. ഇതേപോലെ തന്നെ മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ പുതിയ ഹെയർ ആക്സസറീസ് മേക്കിങ്ങിൽ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്തായിട്ടും സെയിലായും. കാരണം കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അത് ആ ഹെയർ ബാൻഡ് എടുക്കാൻ തോന്നും, അത്രയും ഭംഗിയുണ്ടായിട്ടോ. അപ്പം ഞാൻ സാധാരണ പറയാറ് 30-35 രൂപയ്ക്കൊക്കെ നിങ്ങൾ സെയിൽ ചെയ്താൽ മതി എന്നാണ് പറയാറ്. പക്ഷേ ഇതങ്ങനെയല്ല, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നല്ലൊരു എമൗണ്ട് 200-250ക്കൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ നിറയെ നിങ്ങൾക്ക് ഓർഡർ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ ഇത് സെയിം ലെങ്ത് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹെയർ ബാൻഡിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു എന്ന്, പക്ഷെ തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. പല കളേഴ്സിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. വീണ്ടും നമ്മളൊരു ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലെങ്ത്ത് ചോദിച്ചാൽ ഒരു സ്കെയിലിൻ്റെ ഇങ്ങനെയാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇതിനത് കട്ട് ചെയ്ത് മാറ്റി. ഇതിനൊരു വലിയ ബീഡാണ് നമ്മൾ ആദ്യമായിട്ട് കോർത്ത് കൊടുക്കുന്നത് ഇതിനകത്തേക്ക്. ദെൻ അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയണില്ല കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിൽ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര ലെങ്ത് ആയിപ്പോയി. അപ്പോൾ താല്പര്യമുള്ളവർ അടുത്ത പാർട്ടും കൂടി കണ്ടു നോക്കുക. അതിൽ എങ്ങനെയാണ് നിങ്ങളിത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹെയറിൽ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ 2-3 തരത്തിൽ നിങ്ങൾക്ക് ഈ ഹെയർ ബാൻഡിനെ മാറ്റിയെടുക്കാൻ പറ്റും, സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഹെയർ ബാൻഡിൻ്റെ ഒരു സ്റ്റൈലിംഗ് കൂടി കാണിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് വിചാരിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങളൊരാളുടെ മേക്കിംഗ് വീഡിയോസ് കാണുമ്പോൾ അത് മുഴുവനായിട്ട് കണ്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മേക്കിംഗ് ആയിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, ഈവൻ ഹെയർ ആക്സസറീസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിൽ നമ്മൾ അവിടെയും ഇവിടെയും കണ്ടിട്ട് അതേപോലെ ചെയ്ത് കൊളാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ കണ്ടു നോക്കുക. ദെൻ 3 വീണ്ടും ചെയ്യാം. കാരണം ഇത് മുഴുവനായിട്ടില്ല കേട്ടോ. ഇതിൽ ഇനിയും നമ്മൾ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ നല്ലൊരു റേറ്റിനൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടില്ല. ഇതേപോലെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒന്നും കൂടി ചെയ്തിട്ട് വീണ്ടും ഒരു ബ്രാഞ്ചിൽ മാത്രം നമ്മൾ 3 ബീഡ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ പാർട്ട് കണ്ടവർ തീർച്ചയായിട്ടും അടുത്ത പാർട്ടും കൂടി കാണാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഇതൊരു കംപ്ലീറ്റ് ആവില്ല കേട്ടോ. ദെൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 1 2 3 4 ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ദെൻ ഒന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെയുള്ള കുറേ എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. താങ്ക് യു.